3:56 ഞങ്ങൾ സ്റ്റാഫ് ഗ്രൂപ്പിൽ HMന്റെ ഒരു സിംഗിൾ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 3:56. അപ്പൊ ഇതിന് സംഭവം നടക്കുന്ന തൊട്ട് മുന്നേ ടീച്ചർ ബസ്സിൽ ഇരുന്ന് സെൻഡ് ചെയ്തതാവും ആ ഫോട്ടോ. ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന സ്കൂളാണിത്. ഹജ്ജ് യാത്ര ഉദ്ദേശിച്ച് ആ തിരക്കപ്പെട്ടതുകൊണ്ടാണ് ഞാനും മക്കളൊക്കെ പോവാറുണ്ട്. മക്കളൊക്കെ ഇവിടെ തന്നെ പഠിച്ചിട്ടുള്ളത്. 2 പേര് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ടാണ് ഞാൻ യാത്രയിൽ നിന്ന് മാറിയത്. സ്ഥിരം എല്ലാ വർഷവും പോണത്. കുട്ടികളെ കൂട്ടി പോകുന്ന ഒരാളാണ് ഞാനും. ഇവരൊക്കെ ടീച്ചറൊക്കെ എല്ലാ വർഷവും പോയിരുന്നത് തന്നെയാണ്. എല്ലാ വർഷവും ഇതുപോലെ ടീച്ചേഴ്സ് എല്ലാവരും യാത്ര പോകുന്നതല്ലേ? ആ, പോവാറുണ്ട്. വെക്കേഷനിലൊരു സ്റ്റാഫ് ടൂർ. സ്റ്റാഫ് മൊത്തം ഉണ്ട്, ഞങ്ങളല്ലാത്തവരൊക്കെ ഉണ്ട്. 12 പേരാണ് കുട്ടികളടക്കമുള്ളത്. അജിത ടീച്ചർ HM, പിന്നെ ആശ ടീച്ചർ, സൂറ ടീച്ചറും മോനും, ഇഷാം എന്ന് പറഞ്ഞ കുട്ടിപ്പൊരു 9ാം ക്ലാസ്സിലേക്കായിരിക്കും. പിന്നെ റംല ടീച്ചർ, പിന്നെ മജീദ് മാഷും ഭാര്യ റുക്കിയും, പിന്നെ നൗഷാദ് ഞങ്ങളെ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറാണ്. പിന്നെ ഗവൺമെന്റ് UP സ്കൂളത്തെ ടീച്ചർ ഷക്കീല ടീച്ചർ, പിന്നെ ടീച്ചറുടെ മോള് ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിന്നെ ഞങ്ങളെ സാജിദ അറിയും, കുക്ക് ടീച്ചർ. അതും ഞങ്ങളെ കൂടെ നല്ലൊരു കുടുംബം പോലെ കഴിയുന്നൊരു സ്കൂളാണിത്. സാജിയുടെ മോന് ഷാഹിദിന്. ഈ കുട്ടികൾ 3 നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പോയ. 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ടീച്ചർ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ടീച്ചറെ മോള് ഇവിടെ പഠിച്ചതുമാണ്. അപ്പൊ ഞങ്ങൾ ആ കമ്പനി അല്ല ടീച്ചർ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പോകുന്നത്. മസ്നീന്. രാവിലെയാണ് പോയത് ഇവിടുന്ന്? രാവിലെ 4:56 എനിക്ക് ബസ്സിൽ നിന്ന് ഒരു വീഡിയോ വിട്ടുതന്നിട്ടുണ്ട്. പക്ഷെ മുഖമൊന്നും കാണില്ല. ട്രാവലറിന്റെ ഉള്ളിൽ വീഡിയോ വിട്ടുതന്നിട്ടുണ്ട്. ട്രാവലറിലാണ്. ഇവിടെ തന്നെ ആയിരിക്കും. ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ടീച്ചറാണ് അടുക്കള ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതെ, ഇന്നലെ മടങ്ങാതിരിക്കുന്നായിരുന്നു. അവര് പിന്നെ ഫുൾ പ്ലാനിങ് ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അവർ അതിനായിട്ട് വേറെ ഗ്രൂപ്പും ഉണ്ടാക്കി. ആതിരപ്പള്ളിയിൽ നിന്ന് ഫോട്ടോ വന്നു. പോയിട്ടുണ്ട്. പിന്നെയാണ് അവിടെ നിന്നാണ് ഒരു വാൾപ്പാറ അങ്ങോട്ട് മലക്കപ്പാറ പോകുന്ന പറഞ്ഞു. ഒരു ദിവസത്തെ വണ്ടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. മലക്കപ്പാറ വാൽപ്പാറ അതിരപ്പള്ളിയിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട്. 3:56 ഞങ്ങൾ സ്റ്റാഫ് ഗ്രൂപ്പിൽ HMന്റെ ഒരു സിംഗിൾ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 3:56. അപ്പൊ ഇതിന് സംഭവം നടക്കുന്ന തൊട്ട് മുന്നേ ടീച്ചർ ബസ്സിൽ ഇരുന്ന് സെൻഡ് ചെയ്തതാവും ആ ഫോട്ടോ. അതിന് ശേഷമാണ് പിന്നെ നമുക്ക് കുട്ടികളടക്കം 13 പേരാണ് ഉണ്ടായിരുന്നത്. 14 പേരുണ്ടാവും. ഡ്രൈവർ അടക്കല്ലേ? ഡ്രൈവർ അടക്കം 14 പേരുണ്ട്. അല്ല, നമ്മുടെ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറും ഉണ്ട്. അത് നമ്മളെ സ്റ്റാഫ് പോലെ തന്നെയാണ്. 13 ആളുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഞാൻ 9 വർഷമായി. ഇതിന്റെ ശേഷമാണ് സൂറ ടീച്ചറും ആശ ടീച്ചറൊക്കെ വന്നത്. അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നതാണ് വേറെ സ്കൂളിൽ നിന്ന്. ഞാനാണ് ഏറ്റവും ജൂനിയർ. 2 വർഷമായിട്ടുള്ളൂ. 1 വർഷം കൂടിയുള്ള ടീച്ചർ റിട്ടയർഡ് ആയി വരുന്നത്. 2 വർഷം ആകെ 3 വർഷത്തിന് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനി 1 വർഷം കൂടിയുള്ളൂ. അതിൽ ഒരു ടീച്ചർ കൊളത്തൂരുന്നുണ്ട്. ബാക്കി എല്ലാവരും പാലൂര്. ബാക്കി ഒരു ടീച്ചർ കൊളത്തൂരും. ബാക്കിയുള്ളവരൊക്കെ പാങ്ങിലുള്ളവർ തന്നെയാണ്. ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന സ്കൂളാണിത്. ഇത്രയും സമയം സംസാരിക്കാം. അതുകൊണ്ട് ഇങ്ങോട്ട് വരാതെ തന്നെ ഇരുന്നത്. നമുക്കത് ഉൾക്കൊള്ളാൻ ഇതുണ്ടായിരുന്നില്ല. ഇന്ന് വിളിച്ചിട്ടില്ല. ഇന്നൊരു ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്തിരുന്നു. പക്ഷെ ഫോട്ടോയിൽ കുട്ടികളൊന്നും ഇല്ല. അയച്ചിരുന്നു. ഗ്രൂപ്പിലിട്ടിരുന്നു. ലാസ്റ്റ് 3:56 ടീച്ചർ സിംഗിൾ ഫോട്ടോ സ്റ്റാഫ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അത് ആ ഉടനെ തന്നെ ആയിരിക്കും സംഭവം ഉണ്ടായിട്ടുണ്ടാവുക.